ലൊക്കേഷൻ സ്കൗട്ടിങ്. നമ്മൾ ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഷൂട്ടിന് മുമ്പ് അവിടെ പോയിട്ട് നമ്മുടെ അവിടുത്തെ ലൈറ്റ് എങ്ങനെയാണ്, പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന് നോക്കുന്ന ഒരു പരിപാടിക്കാണ് ഈ ലൊക്കേഷൻ സ്കൗട്ട് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ടിൻ്റെ ഡെയിലി പണി കിട്ടായിരിക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ബഡ്ജറ്റും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ദൂരമൊക്കെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ഇത് പ്രാക്ടിക്കൽ അല്ല. ഇപ്പം നമ്മളുടെ ലോക്കൽ സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരമാണെങ്കിൽ നമ്മൾ അവിടെ അവൈലബിൾ ആയ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫ്രണ്ട്സിനെ ത്രൂ നമ്മൾ ഇമാതിരി ലൊക്കേഷൻ ഹണ്ടിങ് ചെയ്യാറുണ്ട്. സോ ഞാൻ ലൊക്കേഷൻ സ്കൗട്ട് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും ഏറ്റവും നല്ല എക്സ്പീരിയൻസ് തന്നത് എമറാൾഡ് ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു BC-യിലുള്ള സ്ഥലത്താണ്. ഇവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു ലൊക്കേഷനൊക്കെ 251 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ 2 മണിക്കൂർ 40 മിനിറ്റ് ഡ്രൈവ് ചെയ്യണം. പക്ഷേ സംഭവം വർത്തായിരുന്നു. സോ ഷൂട്ടിന് 2 ദിവസം മുമ്പ് ഞാനവിടെ പോയിരുന്നു. ഒരു 6:30 രാവിലെ ഒരു 6:30 ആയപ്പോൾ ചെന്നപ്പം നല്ല മിസ്റ്റ് ഉണ്ട്. സോ നമ്മൾ കപ്പിളിനോട് പറഞ്ഞു, കപ്പിൾ എനിക്ക് വളരെ സ്പെഷ്യലായ ഒരു കപ്പിളായിരുന്നു, രേഷ്മ ആൻഡ് ജോയൽ. അവിടെ ഞാൻ 6:30 ഇവിടെ പോയാൽ ഇതുപോലൊരു മിസ്റ്റ് ഉണ്ട്, ഈ പരിപാടി നമുക്ക് ഉഗ്രനായിട്ട് ഷൂട്ട് ചെയ്യാമെന്ന്. സോ അവർ വന്നു, സംഭവം കളറായി. സോ ലൊക്കേഷൻ കണ്ട് ചെയ്യുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. സോ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. നിന്നിഴലായി കാതങ്ങൾ സഞ്ചാരം, കണ്ണിനകൾ ചേരുന്നു നെഞ്ചോരം, എന്നിനവിൽ നേറുന്നുവോ നീ തന്ന കുഞ്ഞോർമകൾ. വെൺമലരായി മോഹങ്ങൾ പൂക്കുന്നു, നീ പകരും അനുരാഗനോവാലേ. ഇനി അകലാരെങ്ങുമേ ഒന്നായി തുഴഞ്ഞേ വരാ. കനവാകെ ആഴങ്ങളിൽ നീ തന്ന നീർ